ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം നടക്കുകയാണ്. ഹൈ അലേർട്ടാണ്, വാർ ഉണ്ടാകുമെന്നുള്ള ധാരണയിൽ. ഇപ്പം അമേരിക്ക അവരുടെ ഡിപ്ലോമാറ്റ്സിനോട് ഇസ്രായേലിലുള്ളവരോട് പറയുന്നു, റെസ്ട്രിക്റ്റ് ചെയ്തു അവരുടെ മൂവ്മെൻറ്റ്, ഇങ്ങോട്ടാണ് പോകാൻ. ഇതിനെപ്പറ്റിയൊക്കെ വലിയ രീതിയിലാണ് ഇപ്പം മീഡിയ വാർത്തകൾ പെട്ടെന്ന് അത് എസ്കലേറ്റ് ചെയ്യുന്നത്. അപ്പം ചോദ്യമുണ്ട്, അപ്പം കേരളത്തിലുള്ള ഈ പറയുന്ന ഇറാൻ്റെ ആരാധകരുണ്ട്, ഹമാസിൻ്റെ ആരാധകരുണ്ട്. അപ്പം അവരോടും കൂടിയുള്ള ചോദ്യമാണ് ഇത്, യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ചോദ്യം. ഈ ഇറാഖും കുവൈറ്റും തമ്മിലുള്ള യുദ്ധം ഉണ്ടാക്കിയത് ആരാണ്? ഒരു സുപ്രഭാതത്തിൽ 90കളുടെ തുടക്കത്തിൽ സദ്ദാം ഹുസൈൻ കുവൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ രാജ്യത്തെ കയറി പിടിക്കുന്നു. അന്നത്തെ ഏറ്റവും കൂടുതൽ ഹാൻഡിക്യാപ്റ്റ് ആയത് ഈ കുവൈറ്റിലുള്ള ആളുകളായിരുന്നു. അല്ല, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള മലയാളികളായിരുന്നു ഏറ്റവും കൂടുതൽ ഹാൻഡിക്യാപ്റ്റായി പോയത്. പിന്നെ അവരെ കൊണ്ടുവരുന്നു, പോകുന്നു, പ്രശ്നമുണ്ടാകുന്നു. എന്തിൻ്റെ പേരിലാണ് ഈ സദ്ദാം ഹുസൈൻ കുവൈറ്റ് കയറി പിടിക്കുന്നത്? അതിനെപ്പറ്റി ഇന്നും കോൺക്രീറ്റ് ആയിട്ട് ഒരു കാര്യം ഇറാഖും പറയുന്നില്ല, കുവൈറ്റും പറയുന്നില്ല. ഇവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ടും തർക്കം ചർച്ചകളെല്ലാം പരാജയപ്പെട്ടത് പെട്ടെന്ന് അടിച്ചങ്ങ് കയറി. എന്തുവാ ഇറാനും ഇറാഖും തമ്മിലുള്ള പ്രശ്നം? ഷിയ സുന്നി പ്രശ്നമാണെന്ന് പറയുന്നു. 8 വർഷം വാർ ചെയ്തു, ആർക്കാ പ്രയോജനം ഉണ്ടായത്? ഞാൻ ഈ എപ്പിസോഡുകൾ ഈ വെസ്റ്റ് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും നടക്കുന്ന പ്രശ്നങ്ങൾ എന്തുവാണെന്നുള്ളതാണ് അറിയാൻ. അതിനെപ്പറ്റിയ ഇഷ്യൂലോട്ട് പോവുകയാണ്. ഈ ഷിയയും സുന്നിയും പ്രശ്നം ഉണ്ടാക്കിയത് ജൂതന്മാരും അമേരിക്കയാണോ? അല്ല, ഇത് അവരുടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുള്ള പ്രശ്നമാണ്. പല ട്രൈബുകൾ, ഫാമിലികൾ, അവർക്ക് ഭരണം വേണം. യമനിലെ പ്രശ്നം ആരാ ഉണ്ടാക്കിയത്? ഹൂത്തികൾ. ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത്? ഓരോ ടോപ്പിക്കുകളെടുക്കുക. എന്തുകൊണ്ടാണ് വെസ്റ്റ് ഏഷ്യ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള സ്ഥലമായി മാറിയത് ലോകത്ത്? ഒരു രാജ്യത്തിനും അവിടെ സ്റ്റെബിലിറ്റി ഇല്ല, ഇൻക്ലൂഡിങ് സൗദി അറേബ്യ പോലും. അതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഈ കുവൈറ്റ് കയറി പിടിച്ചു കഴിഞ്ഞ സമയത്ത് ഈ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ ഈ രാജ്യങ്ങൾ തന്നെയാണ് അമേരിക്കയുടെ കാലെ പിടിച്ച് അവരെ അവിടെ കൊണ്ടുവരുന്നത്. അമേരിക്ക അവിടെ കയറി വന്നൊന്നും അല്ല. എന്തിനാ അവിടെ കൊണ്ടുവന്നേ? അല്ലായിരുന്നെങ്കിൽ അമേരിക്ക അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ, അതായത് തിരിച്ച് സദ്ദാം ഹുസൈന് റിട്ടാലിയേഷനും അറ്റാക്കും കുവൈറ്റിൽ നിന്ന് അവരെ ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വെസ്റ്റ് ഏഷ്യ ഈ പറയുന്ന മലയാളികൾ, ഇത്ര ലക്ഷം മലയാളികളാണെങ്കിലും ഈ ഗൾഫിൽ ബിസിനസ്സുകാരായ യൂസഫ് അലിയും മറ്റുള്ള പലരുടെയും പേരുകൾ ഇപ്പം മലയാളികൾ പറയുന്നുണ്ടല്ലോ, ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ ഉണ്ടാകുമായിരുന്നു. ആലോചിച്ചിട്ടുണ്ട്, അമേരിക്ക അവിടെ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കുവൈറ്റ് വാറിൽ ഇന്ന് ഈ പറയുന്ന ഇത്രയും ലക്ഷം മലയാളികൾ ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ജോലി ചെയ്യുമായിരുന്നു ഇല്ല? ഇതാണ് ചോദ്യം. അപ്പം അന്ന് ഈ വാറുണ്ടായ സമയത്ത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്, പെട്ടെന്നാണ് സദ്ദാം ഹുസൈന് അമേരിക്കൻ വാറിൻ്റെ അറ്റാക്കിനെ പേടിച്ച് അതിനൊരു ഇസ്ലാമിക വാറായിട്ടങ്ങ് എടുത്തു. അദ്ദേഹം ഖുറാനുമായിട്ട് പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആ പ്രശ്നത്തിലോട്ടങ്ങ് മാറി. ഈ കുവൈറ്റിൽ നിന്നും വന്ന് നാട്ടിലോട്ട് തിരിച്ചു വന്ന്, കാരണം ഫോഴ്സ്ഫുള്ളി നാട്ടിലോട്ട് വന്ന മലയാളികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഈ ഖുറാനും പള്ളിയും സംഭവം എല്ലാം കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന്, കാരണം വാറിൽ ഹാൻഡിക്യാപ്ഡായിട്ട് വന്നവരാണ്, പെട്ടെന്ന് സദ്ദാം ഹുസൈൻ്റെ ആളുകളായിട്ട് മാറി. അയാൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? പെട്ടെന്ന് ഈ വാറ് ഈ മുസ്ലിം വേഴ്സസ് ക്രിസ്ത്യൻ ആക്കാൻ ശ്രമിച്ചു. കേരളത്തിൽ പോലും അതിൻ്റെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി. EMS നമ്പൂതിരിപ്പാടി വാർ ഉപയോഗിക്കുന്നു. മലയാള മനോരമ കേരളത്തിലെ നമ്പർ 1 ഡെയിലി അവരൊരു ഭാഗത്ത് വാറിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുമ്പോൾ വടക്കൻ മലബാറിൽ ഇറാഖ് മുന്നേറുന്നു, തെക്കൻ കേരളത്തിൽ അമേരിക്ക മുന്നേറുന്നു. അവിടെ ഒരു പത്രമാണ് ഇത്. കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ സംഭവങ്ങളൊക്കെ. കേരളത്തിലും ഈ വാറ് ഒരു മതപരമായ വാറാക്കി മാറ്റി. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവമാണ്. എന്നിട്ട് അമേരിക്കയെ ആരാണ് വിളിച്ചു വരുത്തിയത്? ഈ പറയുന്ന UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഈ രാജ്യങ്ങളെല്ലാം കൂടെ കാലയെ പിടിച്ചിട്ടാണ് അമേരിക്കയെ വിളിച്ചു വരുത്തുന്നത്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം
അമേരിക്ക നടത്തിയ ഓപ്പറേഷനാണ്. അമേരിക്കയ്ക്ക് UAE ബേസ് കൊടുക്കുന്നു, സൗദി അറേബ്യ ബേസ് കൊടുക്കുന്നു, ഇറാഖിനെ അറ്റാക്ക് ചെയ്യാൻ, സദാം ഹുസൈനെ അറ്റാക്ക് ചെയ്യാൻ, ഓടിക്കാൻ വേണ്ടി. ഇനിയും അമേരിക്ക അവിടെ വന്നില്ല എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ സംഭവിക്കുന്നത്? അവർ ഉറപ്പായിട്ടും അടുത്ത രാജ്യമായ UAE കയറി പിടിക്കും, ഖത്തർ കയറി പിടിക്കും, സൗദി അറേബ്യ കയറി പിടിക്കും ഉറപ്പായിട്ടും. അതായിരുന്നു സദാം ഹുസൈൻ. കാരണം ഒരു വാർ മോങ്കറായിരുന്നു അയാളെ പറ്റിയുള്ള ചരിത്രം വായിച്ച് നോക്കണം. എന്നിട്ട് എന്തിനാണ് ഈ ദോഹ, അതായത് ഖത്തർ, വലിയ ഇസ്ലാമിക് രാജ്യത്ത് വലിയ സംഭവമൊക്കെ പറയുവാണല്ലോ, എന്തിനാണ് ഖത്തറിൽ അവരുടെ രാജ്യത്ത് $1 ബില്യൺ ഖത്തർ ഗവൺമെന്റ് മുതൽ മുടക്കിയിട്ടാണ് അമേരിക്കൻ ബേസ് ദോഹയിൽ കൊടുത്തേക്കുന്നത്. അതായത് ഖത്തർ ഗവൺമെന്റാണ് പണം മുടക്കിയിരിക്കുന്നത് $1 ബില്യൺ. അവിടെയാണ് അമേരിക്ക ബേസ് ഇട്ടിരിക്കുന്നത്, 100ഓളം എയർക്രാഫ്റ്റും എല്ലാം കൂടെ വെച്ചോണ്ട്. എന്തിനാണ്? ബഹ്റിൻ ചെറിയ രാജ്യമാണ്. ഈ ഖത്തറും ബഹ്റിനൊക്കെ ചെറിയ അവർക്ക് പട്ടാളമൊന്നുമില്ല, നേരെ ചൊവ്വ പോലീസ് മാത്രമേ ഉള്ളൂ. അത് നേരെ ചൊവ്വ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം ഈ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ, ഇൻക്ലൂഡിങ് സൗദി ആണെങ്കിലും UAE ആണെങ്കിലും, ഈ രാജ്യങ്ങൾക്ക് ഇഷ്ടം പോലെ പണമുണ്ടായി, ഓയിലിൽ നിന്നും ഗ്യാസിൽ നിന്നും ഒക്കെ. പക്ഷെ ഇവർക്ക് അവരുടെ സ്റ്റേറ്റിൻ്റെ, അതായത് രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഡിഫൻസ് ഫോഴ്സിനെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഹാൻഡിക്യാപ്ഡായി പോയത്. അവർക്ക് ഡിഫൻസിനെ പറ്റി വലിയ കാര്യങ്ങൾ, അവർ പണം കൊടുത്ത അമേരിക്കൻ ആയുധവും ഫ്രഞ്ച് ആയുധവും ജർമ്മൻ ആയുധവും ഒക്കെ മേടിച്ചു വെക്കും ഈ പറയുന്ന പല മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും. പക്ഷെ ഇവർക്കിതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ, ഇഷ്ടം പോലെ പണമുണ്ട്, ആ സാധനം ഈ സാധനം ഒക്കെ മേടിച്ചു വെക്കും. ഇതൊക്കെ ഷെൽഫിൽ ഇരിക്കത്തേ ഉള്ളൂ. ഈ റഫേൽ എന്നൊക്കെ പറഞ്ഞ എയർക്രാഫ്റ്റ് ഖത്തർ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി മേടിച്ചു വെച്ചാൽ ആർക്കറിയാം? ഇത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. സൗദി അറേബ്യ പാട്രിയോട്ട് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൺസ് അമേരിക്കയുടെ നിന്ന് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നേരെ ചൊവ്വ അവർക്ക് യൂസ് ചെയ്യാൻ, ഹൂത്തികൾക്കെതിരെ യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. ചിലതൊക്കെ അവിടെ കിടന്നെങ്കിൽ പൊട്ടി. അതാണ് ഇവർ കാട്ടറബികളെന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ പറയുന്നത് മാത്രമൊന്നുമല്ല. കാരണം ഇവർക്ക് ഈ പറയുന്ന അങ്ങനെയുള്ള പാരമ്പര്യമൊന്നുമില്ല. വാളും കത്തിയും സാധനങ്ങളൊക്കെ വെച്ചോണ്ട് പരിപാടിയേ ഉള്ളൂ. കാരണം ഇവരുടെ ഇപ്പോഴും ഇവരുടെ ഈ ഒരു മോഡേണിസത്തിലോട്ട് ഇവർ പോയിട്ടില്ല. അല്ല, ഓരോ രാജ്യങ്ങളും ഇപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ ഖത്തറിൻ്റെ അത്രയേ ഉള്ളൂ, ഇത്രയും വലിയ വലിയ രാജ്യമൊന്നുമല്ല. അവരെന്തിനാ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള പട്ടാളത്തെ വെച്ചത്, അവർ ഡിഫൻസ് ഫോഴ്സിനെ ഉണ്ടാക്കിയത്, പല സാധനങ്ങളും അവർ തന്നെ ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന UAE ആണെങ്കിലും സൗദി ആണെങ്കിലും ബഹ്റിൻ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ഈ രാജ്യങ്ങൾക്കൊന്നും ഒന്നും ഉണ്ടാക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, ഇത്രയും വർഷമായിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇവരെ ഹാൻഡിക്യാപ്ഡ് ആക്കുന്നത്. ഇവർക്കൊന്നും നിർമ്മിക്കാൻ കഴിയുന്നില്ല. ഈ പറയുന്ന ഇന്നോവേറ്റീവായിട്ട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് ഇവർ അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ സഹായം തേടുന്നത്. ഖത്തറിൽ അതിനാണ് ഈ ബേസ് കൊണ്ടിട്ടത്. അല്ലെങ്കിൽ ഖത്തറിന് വ്യക്തമായിട്ടറിയാം, അടുത്ത ദിവസം മറ്റൊരു രാജ്യം കയറി അവിടെ നിന്ന് 20 ടാങ്ക് ഉരുട്ടി കഴിഞ്ഞാൽ ഖത്തർ പോയി, അത്രേ ഉള്ളൂ ഖത്തർ. ബഹ്റിനും അതേപോലൊരു രാജ്യമാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ മറൈൻ അവിടെ താവളം കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ്? UAE അബുദാബിയിൽ ആദ്യം അവർ ബേസ് കൊടുത്തത് ആർക്കാ? ഫ്രാൻസിനെ കൊടുത്തത്. ആദ്യം അവർ ആരോടാണ് ഇത് റിക്വസ്റ്റ് ചെയ്തത്? അമേരിക്കൻ ബേസിലാണ് അവർ റിക്വസ്റ്റ് ചെയ്തത്. അമേരിക്കയോടാണ് പറഞ്ഞത് അവിടെ ഒന്ന് ബേസ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല എന്ന് UAEക്ക് അറിയാമായിരുന്നു. ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം ഈ രാജ്യങ്ങളെല്ലാം അൺസർട്ടനിറ്റിയാണ്, സ്റ്റെബിലിറ്റി ഇല്ല. ഇത് എപ്പോഴും അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം, ആർക്കും ആരെയും കയറി ആക്രമിക്കാം. കാരണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ മഹാരാജ്യമായിട്ട് ചിലരൊക്കെ കോമ്പറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇന്ത്യയുടെ ഡിഫൻസും നാഷണൽ സെക്യൂരിറ്റിയും പാരാമിലിറ്ററിയും ഒക്കെ വളരെ സ്ട്രെങ്തൻഡും സ്ട്രോങ്ങുമാണ്. അവിടെയാണ് ഈ ചില കേരളത്തിലെ ചില വർഗീയവാദികൾ ഖത്തറുമായിട്ടൊക്കെ നമ്മളെ വിലവേശാൻ പോകുന്നത്. ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെവിടെ നിൽക്കുന്നു നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിലും മാൻ പവറിൻ്റെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മളെവിടെ നിൽക്കുന്നു?
ഇവർ ഷെൽഫിൽ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ അതിനെ കാണിക്കുമ്പോൾ ഇതാണ് വലുതെന്ന് കാണിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നാളെ ഏതെങ്കിലും ഒരു അറബ് രാജ്യം കയറി നാലോ അഞ്ചോ ടാങ്കുകളും വെപ്പണറി വണ്ടികൾ ഉരുട്ടിയാൽ ഈ രാജ്യങ്ങളൊക്കെ തീർന്നു. ഹൂത്തി എന്ന് പറയുന്ന സംഭവമായിട്ട് ഒരു റിബലാണ് സംഭവം, റാഡിക്കൽ റിബൽസാണ് ഈ ഇറാൻ്റെ സപ്പോർട്ടുള്ള ആ രാജ്യം. ആ രാജ്യത്ത്, അത് യമൻ എന്ന് പറഞ്ഞ രാജ്യത്ത് കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു ഗുണ്ടായിസം, റാഡിക്കൽ ഫോഴ്സ്, അവരുമായിട്ട് UAE-യും സൗദി അറേബ്യയ്ക്കും 6 വർഷമാണ് ഫൈറ്റ് ചെയ്തത്. ആലോചിച്ച് നോക്കുക, ഒന്നും നേടിയില്ല. 2 രാജ്യങ്ങളും ശരിക്കും അവർക്കാ പ്രശ്നം ഉണ്ടായത്. കാരണം ഇവർ ഈ വെപ്പൺസ് ഒക്കെ വെച്ചിട്ട് ഹൂത്തി എന്ന് പറഞ്ഞ റിബൽസുമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഒറ്റ മാസം കൊണ്ട്, അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കയറി അടിച്ച് അവനെ നാശമായി കൊടുത്തു. കാരണം വെപ്പൺസ് കുരങ്ങൻ്റെ പൂമാല കൊടുക്കുന്ന പോലെയാണ് അറബ് രാജ്യങ്ങളുടെ വെപ്പൺസ് കിട്ടിയാൽ. ഈ രാജ്യങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ പണമുണ്ട്, ഭയമാണ്. അതാണ് ബേസിക്കലി വെസ്റ്റ് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഒരു ക്ലാസിക് എക്സാമ്പിൾ. ഇറാഖ് കയറി കുവൈറ്റിനെ പിടിക്കുന്നു, മറ്റുള്ള രാജ്യങ്ങളെ കൂടെ പിടിക്കാൻ കയറി വന്നത്. ആ സമയത്ത് അമേരിക്ക ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഇന്നത്തെ എക്കോണമിയുടെ ബാക്ക് ബോൺ അല്ല, ബോൺ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യ. എത്ര മലയാളികൾക്ക് അവിടെ പോകാൻ കഴിയും? എത്ര പേർക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ടോ? എന്താകുമായിരുന്നു മലയാളികൾ? ഈ പറയുന്ന ഹമാസിൻ്റെ ആരാധകർക്കും ഇറാൻ്റെ ആരാധകരും ചിന്തിച്ച് നോക്കണം. അവിടെ നിനക്കൊക്കെ പോകാൻ കഴിഞ്ഞത് അന്ന് അമേരിക്ക അത് കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ലോക പോലീസ് എന്ന് പറയുന്നത്. ആ പേരിന് അവർ അർഹരാണ്, കാരണം അവനത് അടിക്കുകയും ചെയ്യും. അതാണിപ്പോൾ ഇറാനിലും ഉണ്ടാകാൻ പോകുന്നത്. ഇസ്രായേലിനെ അടിക്കും, അവൻ കയറി തിരിച്ചടിക്കും. അത് ഇല്ലെങ്കിൽ, അത് അങ്ങനൊരു സംഭവം ഇറാനെ അടിച്ചില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്തുവാ? നാളെ ഇറാൻ കയറി UAE അടിക്കാം, സൗദിയെ അടിക്കാം. കാരണം ഇവർ തമ്മിലുള്ള പ്രശ്നം ഈ വാറുമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല. കാരണം ഇവന്മാരുടെ എപ്പോഴും പ്രശ്നമായി ഈ കമ്മ്യൂണിറ്റിയിൽ. ഷിയ ആണെങ്കിലും സുന്നി ആണെങ്കിലും കുന്നി ആണെങ്കിലും കോപ്പാണെങ്കിലും ഇവന്മാരെയും എപ്പോഴും അടിയല്ലയോ? എപ്പോഴും ടെൻഷൻ ഇല്ലാത്തൊരു സമയം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് ഈ രാജ്യങ്ങളുടെ പ്രശ്നമാണ്. കാരണം ഇവർ ജനാധിപത്യത്തെ വിശ്വസിക്കുന്നില്ല. ഇവർ മതമൂല്യങ്ങളിൽ കിടന്ന് അടിയുണ്ടാവുകയാണ്. അതിൽ നിന്ന് ഊരാനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത്, മുഹമ്മദ് ബിൻ സൽമാൻ. അതിനാണ് അയാൾക്ക് ലോകം മുഴുവനും കയ്യടി കൊടുക്കുന്നത്. അതെങ്കിലും നിന്റെ തലയ്ക്കകത്തിടുക. എന്താണ് ഇതിൻ്റെ കാരണം? പിറകിലെന്താണ്?